ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ളവയിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യ ദൈവഭൃത്യൻ, എനിക്ക് ഏറെ ആദരണീയനും ആത്മീക ശുശ്രൂഷയിൽ ദീർഘവർഷങ്ങളുടെ മറക്കാൻ കഴിയാത്ത ആത്മബന്ധമുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KS എബ്രഹാം, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഒരു സ്വന്തം സഹോദരനെ പോലെ പലപ്പോഴും അടുത്തിടപെടുവാനും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അദ്ദേഹം മുഖാന്തരം ലഭ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സ്മരണകളായി ശുശ്രൂഷാരംഗത്ത് വലിയ പ്രചോദനങ്ങളായി മാറിയിട്ടുള്ള സന്ദർഭങ്ങൾ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കയാണ്. ആത്മീക ശുശ്രൂഷയിൽ മനസ്സുകൊണ്ട് ആദരിക്കുന്ന നിരവധി ദൈവഭൃത്യന്മാരുണ്ടെങ്കിലും ചില കർത്തൃദാസന്മാരോടുള്ള ആത്മബന്ധവും ഇഴയെടുപ്പവും വിസ്മരിപ്പാൻ കഴിയുന്നതല്ല. ആ വിധത്തിൽ ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള ബഹുമാന്യ ദൈവഭൃത്യൻ നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തിൽ, ഈ സഭയുടെ ആത്മീക ശുശ്രൂഷയിൽ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കത്തക്ക വിധം ഈ കടശി രാത്രിയിൽ ദൈവാത്മാവ് എനിക്ക് അനുവദിച്ച സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. തൻ്റെ ദാസൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആത്മീക പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ഉയരുന്നു. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം ഇതിൻ്റെ പിൻപിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ദൈവാശ്രയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലാഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു വലിയ ആത്മീയ യുദ്ധം നടന്നുകൊണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിൻ്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവൻ്റെ സംഘത്തോടും നടത്തുന്ന പോരാട്ടമാണ് സുവിശേഷ പ്രസംഗം. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധന ഇന്ന് രാത്രി ഇവിടെ ഉയരണം. ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ചില പ്രിയപ്പെട്ടവർ നിത്യജീവൻ അർഹരായി തീരാൻ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? കേവലം ഒരു പ്രസംഗം കേട്ട് മടങ്ങുന്നു എന്നതിനേക്കാൾ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ ചിലരുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടണമേ എന്ന് നെഞ്ചോടടുത്ത ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ വലതുകരങ്ങൾ ഒന്ന് ഉയർന്നിരിക്കട്ടെ. ശബ്ദം ഉയർത്തി എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഇന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കണം. ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഈ രാത്രി ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു വായ് പോലും പൂട്ടിയിരിക്കരുത്. നിങ്ങൾ ആരും കാഴ്ചക്കാരായിട്ട് ഇവിടെ ഇരിക്കരുത്. കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രി വിടുവിച്ചെടുക്കണം. പാതാള ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ആത്മമണ്ഡലത്തിന്റെ ബന്ധനത്തിന്റെ തടവ് വെട്ടി അവരെ സ്വർഗം സ്വതന്ത്രമാക്കുന്ന രാത്രിയാകാൻ ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സ്വർഗം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കും എന്ന ബോധ്യത്തോടെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാവുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ ജാഗരിച്ചു തുടങ്ങിക്കട്ടെ. ദൈവത്തിന്റെ തേജസ്സിന്റെ മേഘം ഇന്ന് രാത്രി ഇതിനുമീതെ നിഴൽ മൂടി നിൽക്കുന്ന കാഴ്ച ഞാൻ ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ്. കേവലം ഒരു ഔപചാരികതയുടെ പ്രഭാഷണമാണ് ഇവിടെ നടക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഒരു ഔപചാരികതയിൽ ഇത് അവസാനിക്കും. എന്നാൽ ആത്മാക്കളെ വിടുവിക്കണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം പ്രാർത്ഥനാ സഹകാരികൾ എൻ്റെ കൂടെ ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിനകത്തല്ലെങ്കിൽ പോലും ഈ ഉച്ചഭാഷണിയുടെ ശബ്ദം
ശബ്ദപരിധിക്കകത്ത് ചില വാഹനങ്ങൾക്കകത്തിരുന്ന് കേൾക്കുന്ന വ്യക്തികളെ പോലും ഇന്ന് രാത്രി ചലിപ്പിക്കാൻ യേശുവിന്റെ കരത്തിന് കഴിയും എന്ന ബോധ്യത്തോടെ അല്പ മിനിറ്റുകൾ ഒന്നിച്ചൊന്ന് സ്തോത്രത്തിൽ ജാഗരിക്കാം. ശബ്ദം ഉയരട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു വായ്പോലും അടഞ്ഞിരിക്കരുത്. ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുടെ അധരങ്ങളെ ആത്മാവിന്റെ അധികാരത്തോടെ ഉപയോഗിക്കുന്ന രാത്രിയാകട്ടെ. ഞാൻ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, പലപ്പോഴും സുവിശേഷ യോഗങ്ങളുടെ പുറകിൽ സുവിശേഷത്തോടുള്ള പ്രതിബദ്ധതയില്ലാത്ത പദ്ധതികൾ കാണാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് യഥാർത്ഥ സുവിശേഷത്തിന്റെ ശക്തി ചില വ്യക്തികളുടെ ഹൃദയത്തെ ആഴത്തിൽ തൊടണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശക്തിയോടെ പ്രാർത്ഥനയിൽ ജാഗരിക്കണം. ഞാൻ ഒരു കൊച്ചു അനുഭവം പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വചനത്തോട് കടക്കാം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് സുവിശേഷ പ്രസംഗത്തിനായി കടന്നുപോയി. എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ആ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരാൻ ഒരല്പസമയം എടുത്തതുകൊണ്ട് ഞാൻ കയറി ചെല്ലുന്നതിന് ഇടയ്ക്ക് ഒരു അക്രൈസ്തവ സഹോദരൻ, രക്ഷാനിർണയത്തിലേക്ക് സത്യത്തിലേക്ക് നയിക്കപ്പെട്ടൊരു സഹോദരൻ, അദ്ദേഹം സാക്ഷ്യം പറയുകയാണ്. ആ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ഞാൻ ആ ഓഡിറ്റോറിയത്തിലോട്ട് കയറി ചെല്ലുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയുകയാണ്, തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഞാൻ അതേ നിരണത്തിന് ഒരു ഓട്ടം പോയതിനു ശേഷം, രവീന്ദ്രനാണെന്ന് അദ്ദേഹത്തിന്റെ പേര്, നിരണത്തിന് ഒരു ഓട്ടം പോയതിനു ശേഷം തിരികെ വരുമ്പോൾ വഴിവക്കിൽ ഒരു സമയത്ത് വണ്ടി ഒന്ന് അടുപ്പിച്ച് വെറുതെ റിലാക്സ് ചെയ്യാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒന്ന് നടന്നു. ആ സമയം തൊട്ടടുത്ത് കണ്ടത്തിൽ ഒരു സുവിശേഷ പ്രസംഗം നടക്കുന്നുണ്ട്. ആ പ്രസംഗം കേട്ടുകൊണ്ട് വെറുതെ മയിൽക്കുറ്റിയിലേക്ക് ഒന്നിരുന്നു. അങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു തൻ്റെ അടുക്കൽ നിൽക്കുന്നത് പോലെ തനിക്ക് തോന്നി. താൻ അവിടെ ഇരുന്നു കൊണ്ട് യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഹൃദയത്തിന്റെ കവാടം ഞാൻ യേശുവിനായി തുറക്കുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ ശേഷിച്ച നാളുകൾ ഞാൻ യേശുവിൻ്റെ ഉപാസകനാകാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ അവിടുത്തെ സന്നിധിയിൽ ഒരടയാളം വയ്ക്കുകയാണ്. ആ അടയാളം ഇതാണ്: എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ചൊവ്വാഴ്ച ഒരു പെൺകുട്ടിയെ കാണാൻ ചെല്ലുന്ന ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവളെ വ്യക്തിപരമായി കാണുമ്പോൾ അവൾ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയവളാണ് എന്ന് എന്നോട് സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്ക് യേശു കേട്ടു എന്ന് ഞാൻ ഉറപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തിനേറെ, ചൊവ്വാഴ്ച അദ്ദേഹം പിറ്റേ ദിവസം പുലിയൂരിൽ യോഗത്തിൽ, പെന്തക്കോസ്ത് യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ചൊവ്വാഴ്ച കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് ഈ പെൺകുട്ടിയെ കാണുവാനായിട്ട് എത്തിച്ചേർന്നു. അവൾ വ്യക്തിപരമായ സംഭാഷണത്തിൽ ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു: ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം അങ്ങയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയ ഒരു ദൈവവൈദ്യരാണ്. കരമൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ദൈവത്തിന് സ്തോത്രം. മതാചാരത്തിൽ നമ്മുടെ രീതി അനുസരിച്ച് വിവാഹം നടന്നാലും എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി മാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ രവീന്ദ്രൻ സഹോദരൻ പറഞ്ഞു: യേശു ജീവിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ആ മയിൽക്കുറ്റിയിലിരുന്ന് സുവിശേഷ യോഗം ആ കണ്ടത്തിൽ നടക്കുമ്പോൾ ഞാൻ എടുത്ത പ്രാർത്ഥനാ വാചകം യേശു കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്നും ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് വാപൂട്ടി മൗനവ്രതം അനുഷ്ഠിച്ച് അനങ്ങാമ്പാറ നയത്തിൽ ഹിമാലയ പർവ്വതത്തിൽ മുനിയിരിക്കുന്നത് പോലെ ഇരിക്കാൻ പറ്റില്ല. അകം തുളയ്ക്കുന്ന ഒരു ദൈവവൈതലുണ്ടെങ്കിൽ അവൻ പറയും: ഈ ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. നാളെ നിന്റെ കുടുംബത്തിന് നേരെ പിശാച് കരുതി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് ഈ ഗ്രൗണ്ടിൽ ചലിക്കുന്നതെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ അഭിഷേകത്തിന്റെ ബലത്തോടെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. ഞാൻ പറയട്ടെ, അതിനുശേഷം ഈ സഹോദരി വിവാഹം കഴിഞ്ഞു. ആ പെൺകുട്ടി നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടിയായിരുന്നു. വെറുതെ പത്രത്തിൽ കണ്ട രാജ്യത്തിലേക്ക് ഒരു അപേക്ഷ അയച്ചു. അതിന്റെ പുറകെ നൂലാമാലകൾ അഴിച്ചെടുത്ത് ആ കുടുംബം ആ രാജ്യത്ത് ചേക്കേറി. അതിനുശേഷം ഒരു കൂട്ടായ്മയിൽ അവർ ജോയിൻ ചെയ്തു. അന്ന് കണ്ടത്തിൽ പ്രസംഗിച്ച ഉപദേശി എന്ന പരിഗണനയിലാണ് എന്നെ അവിടെ പ്രസംഗിക്കാൻ വിളിച്ചത് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു. ഒരിക്കൽ പോലും ഞാൻ കേരളത്തിൽ വെച്ച് പരിചയപ്പെട്ടിട്ടില്ലാത്ത ഓട്ടോ ഡ്രൈവറിനെ വഴിവക്കിൽ വെച്ച് രൂപാന്തരപ്പെടുത്തിയ ആ സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്നും ഇവിടെ ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ സകല ഔപചാരികതകളുടെ മുഖം മൂടികളും പറിച്ചു മാറ്റി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചില വ്യക്തികളെ ഇന്ന് രാത്രി 9 മണിക്ക് ഈ യോഗം അവസാനിക്കുന്നതിന് മുൻപ് അഴിച്ചെടുക്കുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഒന്നിച്ച കരങ്ങളൊന്ന് ഉയർത്തി. പോരാ ശബ്ദം ഉയരട്ടെ. ആ കരങ്ങളൊന്ന് ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? പോരാ, ലജ്ജ വേണ്ട കേട്ടോ. അഭിമാനമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? ശബ്ദം ഉയരട്ടെ. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടിക്കാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവേ എന്നിന്ന് രാത്രി ശബ്ദമുയർത്തി വിളിച്ചുകൊണ്ട് ഈ രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ ജനത്തെ അങ്ങയുടെ കൈകളിൽ കൈമാറുകയാണ്. ഇന്ന് രാത്രി യോഗം ആശീർവാദം പറയും മുൻപ് ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ചില വ്യക്തികൾ ഈ ശബ്ദവാഹിനിയുടെ പരിധിക്കകത്ത് നിത്യതയ്ക്കായി വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ രാത്രി യോഗത്തെ കൈമാറുകയാണ്. കൈയേറ്റത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ധന്യനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത് വാക്യം. തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത് വാക്യം നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം തുറന്ന് ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമാകത്തക്ക വിധം ഒന്ന് വായിച്ച് സഹായിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചാട്ടെ. ആ നാളിൽ അവിടുന്ന് തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അത് 2-ാം ലേഖനം 1-ാം അധ്യായത്തിന് 10-ാം വാക്യം. 2 തെസ്സലോനിക്കർ. താൻ അതിശയ വിഷയമാകെ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. എല്ലാ ദൈവമക്കളും ചേർന്ന് ഒന്ന് പറഞ്ഞാട്ടെ, നിത്യനാശം എന്ന ശിക്ഷാവിധി. എല്ലാവരും ചേർന്ന് ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, നിത്യനാശം എന്ന ശിക്ഷാവിധി. ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ. കുറച്ചുകൂടെ ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? നിത്യനാശം എന്ന ശിക്ഷാവിധി. എന്റെ ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുന്നവർ ആ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറയണം, എനിക്ക് നൽകിയ വിടുതലോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. തികച്ചും ഏകാഗ്രതയോടെ, വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. സുവിശേഷം അനുസരിക്കാത്തവർ യേശുക്രിസ്തുവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. സുവിശേഷം എന്താണ്? സുവിശേഷം, സുവിശേഷത്തിന്റെ പേരുകൾ എന്തൊക്കെയാണ്? സുവിശേഷത്തിന്റെ സവിശേഷത എന്താണ്? സുവിശേഷത്തിന്റെ സാധ്യത എന്താണ്? സുവിശേഷത്തിന്റെ അവഗണനയുടെ പ്രത്യാഘാതം എന്താണ്? സുവിശേഷത്തിന്റെ പരിഗണനയുടെ അനുഗ്രഹം എന്താണ്? ഇന്ന് രാത്രി ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്കുള്ള ഏകാഗ്രത പോലെ നിങ്ങളിത് രാത്രി
തികച്ചും ഏകാഗ്രതയോടെ ഈ വചനം ശ്രദ്ധിക്കണം. എന്താണ് സുവിശേഷം? സുവിശേഷത്തിന്റെ പേരുകൾ എന്തൊക്കെയാണ്? സുവിശേഷത്തിന്റെ സവിശേഷത എന്താണ്? സുവിശേഷത്തിന്റെ സാധ്യത എന്താണ്? സുവിശേഷം അവഗണിച്ചാൽ ഉള്ള പ്രത്യാഘാതം എന്താണ്? ഏറ്റവും ഗൗരവത്തോടെ വേണം ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുവാൻ. എന്താണ് സുവിശേഷം? കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ശക്തിയോടെ ഒരിക്കൽ കൂടെ. എന്താണ് സുവിശേഷം? പാപക്കനി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച ആദ്യ മാതാപിതാക്കൾ വിവസ്ത്രരായി ഏദൻ വിട്ട് പുറത്തിറങ്ങുന്ന സമയം എന്റെ ദൈവം തല്ലിക്കൂട്ടിയ ഒരു കുറുക്കു വഴിയല്ല ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷം. പാപത്താൽ മലീമസമായി തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട മാതാപിതാക്കൾ മരത്തിന് മറഞ്ഞപ്പോൾ അവർ എടുത്ത ധാരണയിലെ ഒരു തീരുമാനവുമല്ല സുവിശേഷം. പുരാതനനായ ദൈവം തന്റെ കഴിഞ്ഞകാല നിത്യതയിൽ സാധുക്കളായ നമ്മെ നിത്യതയുടെ തങ്ക തെരുവീതിയിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ നടുവിൽ തേജസ്സിൽ എത്തിക്കാൻ നിത്യത കൊണ്ട് പ്ലാൻ ചെയ്ത മഹത്തായ പദ്ധതിയാണ് ഞാൻ ഇന്ന് രാത്രി അനുഭവിക്കുന്ന സുവിശേഷത്തിന്റെ സാധ്യത എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. ഇത് സാധാരണ ശക്തിയല്ല, ഇതിന്റെ പുറകിൽ അസാധാരണ ദൈവശക്തിയാണ് വ്യാപരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിന്റെ സവിശേഷതകളും സുവിശേഷത്തിന്റെ പേരുകളും ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നെ വിടുവിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ പറയണം. 2019 കോവിഡ് തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ കൂടെ യാത്ര ചെയ്ത പല പ്രിയപ്പെട്ടവരും മണ്ണിലേക്ക് മറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിന്നെ ആരോഗ്യത്തോടെ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം പകർന്ന കൃപ കൊണ്ടാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, എൻ്റെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി നന്ദി കർത്താവേ. എത്രയോ അനർത്ഥങ്ങൾ ജീവന് നേരെ ഉയർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയണം, കോവിഡിന്റെ ബലഹീനത അനുഭവിക്കാത്തവരാരും ഇതിനകത്തുണ്ടായിരിക്കില്ല. നമ്മുടെ ഇടത്തും വലത്തുമുള്ള പല പ്രിയപ്പെട്ടവരും ഈ മണ്ണ് വിട്ട് കടന്നുപോയി. ഒരു ചെറിയ മൂക്കിപ്പനിയിൽ തുടങ്ങിയതാണ്. അല്പം കഫക്കെട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് കയറിയിട്ട് ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയവർ അധികം സമയം പാഴാക്കുന്നതിന് മുമ്പ് ഈ ഭൂമി വിട്ടു മടം കടന്നു പോകുകയും ഒടുവിൽ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് ഇറക്കിക്കൊണ്ടുവന്ന് കത്തിച്ച് കളയുകയും ചെയ്തപ്പോൾ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിനെ ഇടർച്ചയിൽ നിന്നും നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് ആരോഗ്യത്തോടെ 2026 ഈ കൺവെൻഷൻ കൂടാൻ ദൈവം നമ്മെ ആയുസ്സോടെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിനക്ക് ദൈവസന്നിധിയിൽ വായടച്ചിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എനിക്ക് അപമാനമല്ല, അതെനിക്ക് അഭിമാനമാണ് എന്ന ആത്മാവിൽ ചിന്തിക്കുന്ന ദൈവമക്കൾ നടത്തിയ ദൈവത്തിന്റെ കരുതൽ ഓർത്ത് ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും നീ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന രാത്രി തീരണം. ദൈവം നിനക്ക് തന്ന എത്രയോ അവസരങ്ങൾ ജീവിതത്തിനെതിരെ ഉയർന്ന പിശാചിന്റെ പോരാട്ടങ്ങളാൽ ഈ മണ്ണ് വിട്ട് മടങ്ങേണ്ട രംഗങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത്, ആ ഹൃദയാഘാതം ജീവൻ എടുക്കാഞ്ഞത്, ആ അപകടം ജീവനെ തകർത്ത് കളയാഞ്ഞത്, ആ വാഹനം ഓടിച്ചപ്പോൾ കണ്ണടഞ്ഞു പോയത്, നിന്റെ മരണക്കെണിക്ക് കാരണമാകാഞ്ഞത്, രാത്രിയുടെ യാമത്തിൽ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായ വേദന അത് അറ്റാക്കായി മാറി നിന്റെ ശരീരത്തെ മണ്ണ് മൂടാഞ്ഞത് നിന്റെ കഴിവ് കൊണ്ടല്ല. ആയുസ്സോടെ ഒരു പ്രാവശ്യം കൂടെ ഈ വചനം കേൾക്കാൻ എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മീയന്റെ ജന്മപ്രകൃതിയായ ആരാധന ഉയർത്തുന്ന കൃപ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പരിശുദ്ധാത്മാവിൽ പറയണം, അനേകർ ഈ മണ്ണ് വിട്ടുപോയി. ആരോഗ്യത്തോടെ എൻ്റെ ദൈവം എന്നെ നിർത്തിയത് എൻ്റെ കഴിവല്ല, എൻ്റെ മേൽ പകർന്ന ദൈവകൃപയാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കളെ, ഈ വചനത്തിന്റെ മുൻപിലിരിക്കാൻ ഒരു ഭാഗ്യം കൂടെ എൻ്റെ ദൈവം തന്നല്ലോ. അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ
രാത്രിയിൽ ശക്തിയോടെ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് പറയണം, എനിക്ക് ദൈവം നന്ദി, ആയുസിന്റെ ദിനങ്ങൾക്കായി നന്ദി. എത്ര പേർ ശബ്ദമുയർത്തി പറയും, എനിക്ക് ദൈവം നന്ദി, ആയുസിന്റെ ദിനങ്ങൾക്കായി നന്ദി. ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയ യമസ്യ കരുണാ നാസ്തി ധർമ്മസ്യ ത്വരിതാഗതി എന്ന ശ്രദ്ധേയമായ സംസ്കൃത ശ്ലോകം പോലെ ക്ഷണം ചിത്തം മനസ്സ് ചാഞ്ചല്യമുള്ളത്, ക്ഷണം വിത്തം പണം പറന്നു പോകുന്നത്, കാലന് യമന് കരുണയെന്നൊന്നില്ല. ക്ഷണിക്കാത്ത നിലയിൽ അവൻ ഏത് സമയത്തും എത്തും. എത്രയും വേഗം ധർമ്മം ചെയ്ത് മോക്ഷം പ്രാപിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് സംസ്കൃത ശ്ലോകം പറയുന്നത് പോലെ ഇന്ന് രാത്രി യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങി എന്റെ നരകവിധി ഒഴിയാൻ എന്റെ ദൈവം ഭാഗ്യം നൽകിയത് എന്നോടുള്ള ദൈവത്തിന്റെ കരുതലാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നാം പ്രാപിച്ച വീണ്ടെടുപ്പിന്റെ വിലയറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഇത് സാധാരണ വീണ്ടെടുപ്പല്ല, നിത്യതയോളം നിൽക്കുന്ന ഒരു വലിയ വീണ്ടെടുപ്പ് എന്റെ മേൽ സ്വർഗം പകർന്നതാണ്. എന്താണ് ഈ സുവിശേഷം? സുവിശേഷത്തിന് പ്രധാനപ്പെട്ട 4 പേരുകൾ ഉണ്ട്. ഒന്നാമത്തെ പേര് രാജ്യത്തിന്റെ സുവിശേഷം. എല്ലാവരും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. സുവിശേഷം, ഇത് രാജ്യത്തിന്റെ സുവിശേഷം. ഒന്ന് പറയാമോ? ഇത് രാജ്യത്തിന്റെ സുവിശേഷം. 2, ഇത് ദൈവകൃപയുടെ സുവിശേഷം. ഒന്ന് ശബ്ദമുയർത്തി കരമുയർത്തി പറയാമോ? എന്താ? ഇത് ദൈവകൃപയുടെ സുവിശേഷം. 3, ഇത് നിത്യ സുവിശേഷം. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, ഇത് നിത്യ സുവിശേഷം. 4, ഇതുപോലെ ഒരു കള്ളനാണയം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, അതാണ് മറ്റൊരു സുവിശേഷം. ഇന്ന് രാത്രി ശാന്തമായി കേൾക്കുക. ഈ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ പേര്, ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. മത്തായി 24:14 വായിച്ചാട്ടെ. രാജ്യത്തിന്റെ ഈ സുവിശേഷം, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. വായിച്ചാട്ടെ. അപ്പോൾ അവസാനം വരും. അപ്പോൾ അവസാനം വരും. ദൈവമക്കൾ ഓർക്കുക, ഈ സുവിശേഷം ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു പ്രതലം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു മേഖല ഇതിന്റെ പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഓ, രക്തത്താൽ ജയം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, കഴിയാത്ത ഒരു പ്രതലം ഇതിന്റെ പുറകിലുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഇതിന്റെ കണ്ണിനെ കാണാൻ കഴിയത്തില്ലെങ്കിലും എൻ്റെ ദൈവത്തിന്റെ ദൂതസഞ്ചയങ്ങൾ ഇവിടെ പറന്നിറങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം, എൻ്റെ വാഗ്ദത്തത്തിനെതിരെ, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, എൻ്റെ താലന്തുകൾക്കെതിരെ, എൻ്റെ അഭിഷേകത്തിനെതിരെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തകർത്ത് എനിക്കിന്ന് രാത്രി വിടുതൽ പകരാൻ എൻ്റെ കർത്താവിന്റെ കരം ഈ രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കൽ ഇരിക്കുന്നത്. ഇതിന്റെ പുറകിൽ സ്വർഗത്തിന്റെ സൈന്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ, രക്തത്താൽ ജയം. തിരിച്ചറിയുന്ന ദൈവമക്കളുടെ നാവിൽ ആരാധന ഉയരട്ടെ. ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും നമുക്കിന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരാണ് നിങ്ങൾ. മാംസപേശികളെ തുളച്ചു കയറുന്ന അസ്ഥികളുടെ ഉൾചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ റിമോട്ട് കൺട്രോൾ അത് കണ്ണിന് നേരെ നിർത്തി അമർത്തി നോക്ക്, അതിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റേസുകൾ കാണാൻ നമ്മുടെ കണ്ണിന് ശക്തിയില്ല. നമ്മുടെ നാട്ടിലെ വവ്വാലില്ലേ, വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടി അത് തടസ്സം മാറി വൃക്ഷനിബിഡമായ വനമേഖലയിലൂടെ പാഞ്ഞു പോകുന്നത് കേൾക്കാൻ, അതിന്റെ ശബ്ദവീചികകൾ കേൾക്കാൻ നമ്മുടെ ചെവിക്ക് കേൾവി ശക്തിയില്ല. അങ്ങനെയാണെങ്കിൽ
നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് കേൾക്കാൻ കഴിയാത്ത മറ്റൊരു ലോകം ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ, ഇത്രയും ദൈവമക്കൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ സ്വർഗത്തിന്റെ മേഖല ചലിച്ചിറങ്ങുന്നത് വിശ്വാസ കണ്ണുകളാൽ കാണുന്ന ദൈവമക്കൾക്ക് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. ഈർക്കിലി പാർട്ടിയാണെങ്കിലും നേതാവ് സ്ഥലത്ത് വന്നാൽ അണികളിൽ ആവേശം അണപൊട്ടുമെങ്കിൽ നമ്മുടെ രാജാതി രാജാവ് തേജസ്സോടെ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നത് ആത്മ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ വിശ്വാസ കണ്ണുകളാൽ കാണുകയാണ്. സിയോൻ പർവ്വതത്തിനും അനേകായിരം കോടി വിശുദ്ധ ദൂതന്മാരുടെ സംഘത്തിനും സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും സകലരുടെയും ന്യായാധിപനായ കർത്താവിനും അടുക്കലാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഒറ്റയല്ല. ഇതിന്റെ പുറകിൽ സ്വർഗത്തിന്റെ രാജ്യം കനിഞ്ഞു നിൽക്കുന്ന രാത്രിയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ആത്മദർശനം കണ്ട് ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഈ രാത്രിയിൽ സ്തോത്രം അർപ്പിക്കണം. നിന്റെ ദൈവകൃപയ്ക്കെതിരെ വാദിക്കുന്ന മറ്റൊരു പൈശാചിക ലോകം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആത്മവ്യാപാരം അനുഭവിക്കുന്ന ദൈവമൈതലേ, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഈ കൺവെൻഷനിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ദൂത സംഘങ്ങളുടെ ഒരു വലയം ഇതിന് ചുറ്റും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചവന് സന്തോഷത്തോടെ നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ആ കാണുന്ന രാജ്യത്തിന് പുറകിൽ കാണാത്തൊരു രാജ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ കരം ഈ രാത്രി ഉയർന്നാൽ പൈശാചിക താവളങ്ങളെ തകർക്കാൻ ദൈവകരം ഈ രാത്രി ഉയർന്നാൽ ഇരുട്ടിന്റെ ശക്തികൾ ആയുധം വെക്കും. ആത്മാവിൽ പോരാടുന്ന ദൈവമക്കൾ കാണട്ടെ. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആത്മലോകം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. പാതാള ശക്തികൾ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ചില ആത്മാക്കളെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ പ്രജകളാക്കാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി. ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം. എത്ര പ്രിയപ്പെട്ടതിൽ ആരാധിക്കാൻ കഴിയും. എല്ലാ ദൈവമക്കളുടെയും നാവിൽ സ്തോത്രം ഉയരണം ഈ രാത്രി. നമ്മൾ കാണുന്ന ലോകം ചെറുതാ കൂടപ്പിറപ്പേ, കാണാത്ത ലോകം ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, സ്തോത്രം പറഞ്ഞ് ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ സഭയ്ക്കെതിരെ പോരാട്ടമുണ്ട്, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാട്ടമുണ്ട്, നിന്റെ ആരോഗ്യത്തിനെതിരെ പോരാട്ടമുണ്ട്, നിന്റെ ദാമ്പത്യത്തിനെതിരെ പോരാട്ടമുണ്ട്, നിന്റെ വാഗ്ദത്തത്തിനെതിരെ പോരാട്ടമുണ്ട്. എങ്ങനെയെങ്കിലും നിന്റെ നിത്യതയുടെ ആ ബന്ധം തകർക്കാൻ വാദിക്കുന്ന ചില ശക്തികൾ, ശരീരത്തിനകത്ത് ആധിപത്യം പുലർത്തുന്ന രോഗത്തിന്റെ ഒളിഞ്ഞു കിടക്കുന്ന ബന്ധനങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി പറയാം, നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് നേരെ കരുതി വെച്ചിരിക്കുന്ന ചില കണികളെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം അഴിച്ചു മാറ്റാൻ ശക്തമാണ് എന്ന് മാത്രമല്ല, കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള യേശുവിന്റെ കരം ആത്മലോകത്തിൽ നിന്ന് ഇവിടെ ചലിച്ചിറങ്ങുന്നുണ്ടെന്നും ഇതിന്റെ പുറകിൽ ആത്മലോകം ഉയർന്നു നിൽക്കുന്നെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഞങ്ങൾ കാണുന്ന ലോകത്തെക്കാൾ കാണാത്ത ലോകം വലുതാണ്. മറ്റൊരു ലോകം ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്, അതാണ് ദൈവരാജ്യം. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ദൈവജനത്തോട് ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് രാത്രി ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഇന്ന് രാത്രി ഇരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, കേരളത്തിലെ ഒരു ജില്ലയുടെ ചരിവിലാണ്. ഇതിന്റെ പുറകിൽ ഇതുപോലെ നിരവധി ജില്ലകളുള്ള കാച്ചിക്ക പോലെ കിടക്കുന്ന കേരളം, ഇതിന്റെ പുറകിൽ ഇതുപോലെയുള്ള നിരവധി ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ അല്ലേ? ഈ ഇന്ത്യയുടെ പുറകിൽ ഇതുപോലെയുള്ള 200ഓളം UN അംഗീകരിച്ച രാജ്യങ്ങൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയുടെ പുറകിൽ ഇത്രയും രാജ്യങ്ങൾ 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിഞ്ഞത്തോട് പോലെയുള്ള ഈ പച്ചപ്പട്ട്
വിരിച്ച ഈ ഭൂമി, ഇതാ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു കാര്യം കണ്ണുയർത്തി നോക്കണം. കാണുന്ന ലോകമാണോ വലുത്, കാണാത്ത ലോകമാണോ വലുത് എന്ന് ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ, ഇത് ഒരു ജില്ല, ജില്ലയ്ക്ക് പുറകിൽ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ പുറകിൽ ഈ രാജ്യം, ഈ രാജ്യത്തിന്റെ പുറകിൽ ഈ ഭൂമി, ഈ ഭൂമിക്ക് പുറകിലോ 9,30,00,000 മൈൽ അപ്പുറത്ത് നിന്ന് കത്തിച്ചൊലിക്കുന്ന 6000 ഡിഗ്രി സെൽഷ്യസിൽ ഹീലിയം കത്തുന്ന ആണവ നിലയമായ സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന ഇതിനേക്കാൾ വലിയ എത്രയോ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. അതുകൊണ്ട് തീരുന്നോ, ഇതിന്റെ പുറകിൽ 40,000 കോടി നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാലക്സി, നിരവധി ഗാലക്സികൾ. മിന്നുക മിന്നുക ചെറുതാരകമേ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കണ്ണു ചിമ്മി കത്തി നിൽക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഇതിനെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പനയാൽ വിളിച്ചു വരുത്തിയ നമ്മുടെ അപ്പച്ചന്റെ കരം ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത് തിരിച്ചറിയുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഞങ്ങൾ കാണുന്ന ലോകത്തേക്കാൾ വലുതാ ഞങ്ങൾ കാണാത്ത ലോകം. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന നക്ഷത്ര മണ്ഡലങ്ങളെ ഞങ്ങളുടെ തലച്ചോറിന്റെ ഭാവനയ്ക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇതിനെ മുഴുവൻ നിർമ്മിച്ച എന്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇവിടെ 2 രാജ്യങ്ങൾ വ്യാപരിക്കുന്നു. ഒന്ന് പൈശാചിക രാജ്യം, മറ്റൊന്ന് ദൈവരാജ്യം. കൃപയാൽ പൈശാചിക രാജ്യത്തിനകത്തു നിന്ന് എന്നെ വെട്ടിയെടുത്ത് ദൈവരാജ്യത്തിനകത്ത് നട്ട ദൈവനാമത്തിന്റെ മാഗ്നാ കാർട്ടയാണ് ഈ രാത്രി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ജീവന്റെ വചനം എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഇത് സാധാരണ സുവിശേഷമല്ല, ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. 2, ഈ സുവിശേഷത്തെ കുറിച്ച് മറ്റൊരു പരാമർശനമുണ്ട്. അതാണ് പ്രവർത്തികളുടെ പുസ്തകം 20:24. വേഗം വായിച്ചാട്ടെ. പ്രവർത്തികൾ 20:24. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്. എല്ലാ ദൈവമക്കളും ചേർന്ന കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിൽ നിന്ന് മഹത്വം അർപ്പിച്ചേ. ഈ രാത്രി വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ പേര് കേൾക്കണോ? ഇത് ദൈവകൃപയുടെ സുവിശേഷം. ഒന്ന് കരമുയർത്തി പറയാമോ? ഈ സുവിശേഷത്തിന്റെ പേരെന്താ? ഇത് ദൈവകൃപയുടെ സുവിശേഷം. എന്താ ദൈവത്തിന്റെ കൃപ? അനർഹമായ സ്ഥാനത്ത് പകർന്ന ആനുകൂല്യമാണ് ദൈവത്തിന്റെ കൃപ. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ തൊലിയുടെ വെളുപ്പ് കൊണ്ടല്ല, നിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, നിന്റെ തറവാടിന്റെ മഹത്വം കൊണ്ടല്ല, നിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഇവിടെ സ്വർഗം നിന്നെ ഇരുത്തിയിരിക്കുന്നത് എന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ കൈകെട്ടിയിരിക്കാൻ പറ്റില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയും, എന്റെ ദൈവത്തിന്റെ കൃപയാണിത്. ബോധ്യമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? ആരോഗ്യത്തോടെ ഇന്ന് രാത്രി 2026 കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ എന്നോട് പകർന്ന ദൈവകൃപ, എന്നോട് പകർന്ന ദൈവകൃപ എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറയണം. ഇന്ന് രാത്രി യോഗം തീരും മുൻപ് എന്റെ കർത്താവ് മേഘത്തിൽ വന്നാൽ ഞാൻ ഇന്ന് രാത്രി അവന്റെ അടുക്കൽ എത്തുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. കഴിഞ്ഞ രാത്രി വരെ നിരവധി യോഗങ്ങളിൽ ഞാൻ പ്രസംഗിച്ചു വരികയാണ്. ശബ്ദത്തിന് വല്ലാത്ത അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് രാത്രി ആഴത്തിൽ ഇടപെടട്ടെ. ഞാൻ പറയട്ടെ, ഈ രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കർത്താവ് വന്നിരിക്കട്ടെ. കർത്താവ് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമൈതൽ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേട്ടാൽ നിമിഷ നേരം കൊണ്ട് കടലോ കരയോ മതിലോ മുറിയോ തടസ്സം കൂടാതെ സൂപ്പർ സോണിക് ജെറ്റ് പ്ലെയിൻ പറക്കുന്നതിനേക്കാൾ വേഗതയിൽ നക്ഷത്ര മണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ കർത്താവിന്റെ സന്നദ്ധിയിൽ പറന്നുയരുമ്പോൾ നാം പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വ ശരീരത്തെ ഒന്ന് ആത്മ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ചിത്തിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഇരിക്കാൻ പറ്റില്ല. ഈ രാത്രി ആ ദർശനം പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയും, അത് സാധാരണ സംഭവമല്ല, അസാധാരണ സംഭവമാണ്.
മരണത്തോടുകൂടെ സകലതും അവസാനിക്കുമോ? ഇല്ലെന്നേ. 9200 അടി പൊക്കമുള്ള മഞ്ഞു പെയ്യുന്ന ഹെർമോൻ പർവ്വതത്തിൽ ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വിധത്തിൽ എൻ്റെ കർത്താവിൻ്റെ വസ്ത്രം വെണ്മയായി തിളങ്ങുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഹാലൂസിനേഷൻ ആയിട്ടല്ല, നേരിട്ട് മോശയും ഏലിയാവും വെളിപ്പെട്ട് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവവൈതലേ, കർത്താവ് ഇന്ന് രാത്രി വന്നാൽ മൺമറഞ്ഞ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വന്ന് അവന്റെ സന്നിധിയിൽ നിൽക്കുന്ന കാഴ്ച അതൊരു ഭാവനയല്ല, അതൊരു യാഥാർത്ഥ്യമായി കാണുകയും ആ പ്രത്യേക സമയത്ത് നിനക്കിന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലെ അവസ്ഥയല്ല, പ്രാപിക്കാൻ തുടങ്ങുന്ന അമരാനന്ദം ഇന്ന് രാത്രി ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. അതൊരു സാധാരണ രംഗമല്ല, ഒരു അസാധാരണ രംഗമാണ്. അത് പ്രാപിച്ച് നിത്യതയുടെ ആ പറുദീസയിലേക്ക് അല്ല, പുത്തനാം യെരൂശലേം എന്ന തങ്കക്കുട കെട്ടിടത്തിലേക്ക്, ആ കനക കൊട്ടാരത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറാൻ തുടങ്ങുകയാണെന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ പ്രത്യേക സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KS എബ്രഹാമിനെ കണ്ടെന്നിരിക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ തങ്കക്കുട കെട്ടിടത്തിന്റെ വാതുക്കൽ വെച്ച് കണ്ടു. ഞങ്ങൾ രണ്ടുപേരും കൈ കൊടുക്കുന്ന സമയം എന്തായിരിക്കും അവിടെ ഞങ്ങൾ കുശലം പറയാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന സമയത്ത് അകമൊന്ന് തിളയ്ക്കണമെങ്കിൽ ഇന്ന് രാത്രി ഇതിനോടൊരു വല്ലാത്ത കൊതിയുള്ള ദൈവമക്കൾക്കേ പറ്റത്തുള്ളൂ. എൻ്റെ കർത്താവ് ഇന്ന് വന്നിരുന്നെങ്കിൽ എന്ന് കൊതിയുള്ള ചില ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം. നമുക്കറിയാം, ക്രൈസ്തവ സുറിയാനി പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും നിത്യാവിശ്വാസ പ്രമാണം എന്നൊരു ഭാഗം മനപ്പാഠം ജന്മകാലഘട്ടം മുതൽ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വ സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ടു തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഒരുപറ്റം ആളുകൾ ചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ കൃപ പ്രാപിച്ചവരാണ് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെങ്കിൽ നമ്മൾ കേവലം വിശ്വസിക്കുന്നവരല്ല, നമ്മുടെ കർത്താവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. അവന്റെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ ആ തേജസ്സിന്റെ ശരീരത്തോടെ ആ പറുദീസ പ്രവേശന സമയം ഒന്ന് കാണാനിടയായാൽ എന്തായിരിക്കും നമ്മൾ ഒരുമിച്ച് സംസാരിക്കാൻ സാധ്യതയുള്ള വിഷയം? കൺവെൻഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോ പ്രവർത്തന മേഖലയിലെ ആത്മാക്കളുടെ വരവെങ്ങനെ ഉണ്ടായിരുന്നു എന്നോ അല്ലായിരിക്കും ഞാനും കർത്താവിന്റെ ദാസൻ KS എബ്രഹാം പാസ്റ്ററും തമ്മിൽ സംസാരിക്കുമ്പോൾ കാണുമ്പോൾ പറയുന്നത്. നിത്യതയുടെ ആ ഒളിമങ്ങാത്ത തേജസ്സിൽ എന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ആയിരക്കണക്കിന് ആളുകൾ താഴെ നരകത്തിൽ പീഡ അനുഭവിച്ച് നിലവിളിക്കുമ്പോൾ സാധുവായ ഞങ്ങളെ ഇവിടെ എത്തിച്ച ദൈവത്തിന്റെ കരുതൽ ധ്യാനിക്കുമ്പോൾ ഞങ്ങൾ കൈ കൊടുത്ത് കവിൾത്തടങ്ങൾ നനഞ്ഞു പറയും, കൃപാ. ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, നിന്റെ മേൽ പകരപ്പെട്ട ദൈവശക്തി നിന്റെ തറവാടിന്റെ മഹത്വമല്ല, നിന്റെ തറവാടിന്റെ മഹത്വമല്ല, നിന്റെ തൊലിയുടെ കളറല്ല, നിന്റെ കുടുംബത്തിന്റെ മാന്യതയല്ല, നിന്റെ പണത്തിന്റെ തലമല്ല, നിന്റെ മേൽ പകർന്ന ദൈവകൃപ കൊണ്ടാണ്. അഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ, ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ശബ്ദം ഉയർത്തി പറയണം, അവിടെ എന്നെ എത്തിക്കാൻ എന്റെ പുറകിൽ വ്യാപരിച്ച സ്വർഗത്തിന്റെ ദിവ്യ ശക്തിയാണ് ഞങ്ങൾ ഈ രാത്രി പ്രസംഗിക്കുന്ന സുവിശേഷം. ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. കരമൊന്ന് ഉയർത്തി പറഞ്ഞേ, ഇതിന്റെ പേരെന്താ? ഇത് ദൈവകൃപയുടെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് രാജ്യത്തിന്റെ സുവിശേഷം. 2, ഇത് ദൈവകൃപയുടെ സുവിശേഷം. ഇനിയും 3-ാമത് വെളിപ്പാട് 14:6. ശ്രദ്ധിച്ചു കേൾക്കണം. വെളിപ്പാട് 14:6 ഈ സുവിശേഷത്തിന് മറ്റൊരു പേര് വായിച്ചാട്ടെ.
വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതികളോടും അറിയിപ്പാൻ, ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഈ സുവിശേഷത്തിന്റെ പേര് നിത്യ സുവിശേഷം. കരം ഉയർത്തി പറയാമോ? ഇതെന്തോ ഇതിന്റെ പേര്? ശക്തിയോടെന്ന് പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നിത്യ സുവിശേഷം. ഏവൻഗേലിയോൻ എന്നറിയപ്പെടുന്ന, ഗോസ്പൽ എന്ന് വിശേഷിപ്പിക്കുന്ന, ഗോഡ്സ്പെൽ ദൈവം സംസാരിക്കുന്നത് എന്ന് പറയാവുന്ന, ഗോസ്പെൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പോയി പറയുക എന്ന ആന്തരിക നിയോഗമുള്ള ഈ സുവിശേഷം സാധാരണ ശക്തിയല്ല. ഞാൻ നാസയുടെ കണ്ടുപിടുത്തം പറയാനല്ല സ്വർഗമെന്നെ ഇവിടെ അയച്ചത്. ശാസ്ത്രത്തിന്റെ വിലയിരുത്തൽ അവതരിപ്പിക്കാനല്ല സ്വർഗം ഇന്ന് രാത്രി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കുറെ ചരിത്ര വസ്തുതകൾ അവതരിപ്പിക്കാനല്ല ഇന്ന് രാത്രി സ്വർഗം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കണം. എന്താണ് ഈ സുവിശേഷം? ഇത് സാധാരണ ശക്തിയല്ല, ഇത് നിത്യ സുവിശേഷമാണ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഏദനിലെ പാപം ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ കാൽവറിയിലെ യാഗം ചരിത്രത്തിൽ സംഭവിക്കേണ്ടി വരുമായിരുന്നുവോ? ശ്രദ്ധിക്കണേ. ഏദനിലെ പാപം ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നിരിക്കുക. അങ്ങനാണെങ്കിൽ കാൽവറിയിലെ യാഗം ചരിത്രത്തിൽ ഉണ്ടാകേണ്ടി വരുമായിരുന്നുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏദനിലെ പാപം ഉണ്ടാകുന്നതിന് മുൻപ് കാൽവറിയിലെ യാഗം പ്ലാൻ ചെയ്തതാണെങ്കിൽ ഇത് മനുഷ്യന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ കുറുക്കു വഴിയല്ല. എന്റെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ പുരാതന നിത്യതയിൽ പ്ലാൻ ചെയ്ത മഹത്തായ പദ്ധതിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. കരമുയർത്തി സ്തോത്രം പറയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. യേശു അറുക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. എന്ന് ക്രൂശിക്കപ്പെട്ടു? ലോകസ്ഥാപനം മുതൽ, അഥവാ ലോകസ്ഥാപനത്തിന് മുൻപേ. എന്താ ലോകസ്ഥാപനം? എന്താ ലോകസ്ഥാപനം? ഈ പ്രപഞ്ചം നിതാന്ത ശൂന്യതയിൽ നിന്നും വിളിച്ചു വരുത്തപ്പെടുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ആഴിയില്ല, ഊഴിയില്ല, നക്ഷത്രങ്ങളില്ല, നെബുലകളില്ല, ഗാലക്സികളില്ല, നാം കാലൂന്നി നിൽക്കുന്ന ഈ ഭൂമിയില്ല, നമ്മുടെ തലയ്ക്ക് മുകളിൽ കണ്ണ് ചിമ്മി കത്തി നിൽക്കുന്ന നക്ഷത്രങ്ങളില്ല. ഈ പ്രപഞ്ചം നിതാന്ത ശൂന്യമായി നിലകൊള്ളുമ്പോൾ പുരാതനകാല നിത്യതയിൽ തന്റെ പുത്രൻ ഉൾപ്പെടെയുള്ള തൃത്വം മാത്രം അധികാരത്തോടെ നിലകൊള്ളുന്ന സമയം, ഭാവികാല നിത്യതയിൽ ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന സാധുവായ നിന്നെ നിത്യതയിലെത്തിക്കാൻ എന്റെ ദൈവം പ്ലാൻ ചെയ്ത പ്ലാനിന്റെ ഭാഗമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്ന സുവിശേഷമെങ്കിൽ ഇത് സാധാരണ ശക്തിയല്ല, ഇത് അസാധാരണ ശക്തിയാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരു നിമിഷം ഒന്ന് കരമടിച്ചുകൊണ്ട് പറയണം: ഇതിന് പുറകിൽ വ്യാപരിക്കുന്ന സ്ഫോടകാത്മകമായ ശക്തി ഞങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയുന്നു. ഇത് നിത്യ സുവിശേഷമാണ്. ഓ പോരാ 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 പോരാ! രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ കുടുംബത്തെ അടക്കി വാഴുന്ന ശാപം എത്ര കൊടിയതാണെങ്കിലും, നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന പോരാട്ടം എത്ര പ്രബലമാണെങ്കിലും, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ച നീ ഇന്ന് രാത്രി ആത്മാവിൽ കാണണം. എന്റെ മേൽ പകരപ്പെട്ട ഈ സുവിശേഷത്തിന്റെ ശക്തി ഇതൊരു സാധാരണ ശക്തിയല്ല, ഇത് പുരാതനകാല നിത്യതയിൽ സ്വർഗം ഡിസൈൻ ചെയ്ത പദ്ധതിയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സുവിശേഷം അത് നിത്യ സുവിശേഷമാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് പ്ലാൻ ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിന്റെ പേരുകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. രണ്ട്, ഇത് ദൈവകൃപയുടെ സുവിശേഷമാണ്. മൂന്ന്, ഇത് നിത്യ സുവിശേഷമാണ്. എന്നാൽ നാലാമതൊരു കാര്യം പറയട്ടെ. 550 രൂപയുടെ കള്ളനോട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ?
550 രൂപയുടെ കള്ളനോട്ടുണ്ടോ? ഇല്ല. എന്നെ 550 രൂപയുടെ കള്ളനോട്ടില്ലാത്ത 550 നല്ല നോട്ടില്ല, അതുകൊണ്ട് 550 കള്ളനില്ല. ഏത് നല്ലതുണ്ടോ അതിന്റെ പുറകിൽ കള്ളനുണ്ടായിരിക്കും. അങ്ങനാണെങ്കിൽ ഈ സുവിശേഷത്തിന് ഇവിടെ പ്രചരിക്കുന്ന ഒരു കരിങ്കള്ളനുണ്ട്. ആ കള്ളന്റെ പേര് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. മറ്റൊരു സുവിശേഷം. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇത് ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പ്രസംഗശാസ്ത്രം പഠിക്കുമ്പോഴേ, ഹോമലറ്റിക്സ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പ്രസംഗശാസ്ത്രത്തിന് പ്രധാനപ്പെട്ട ഭാഗമായി ബോഡി ലാംഗ്വേജിന്റെ ഭാഷ. മുന്നിലിരിക്കുന്ന ആളുകളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം ഈ കാര്യം സ്വീകരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയോടാണോ നിങ്ങൾ ഇരിക്കുന്നതെന്ന്. ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ പേഴ്സ് കളഞ്ഞുപോയ മട്ടിലാണ് യോഗത്തിന് വന്നിരിക്കുന്ന ഇരിപ്പ്. ചില ആൾക്കാർ സ്വാഭാവികമായി ഒരു ആത്മീക പ്രസന്നതയോടൊക്കെ ഇരിക്കും. ചിലർ ഈ ഉറക്കം മുഴുവൻ തീർക്കുന്നത് യോഗത്തിനകത്ത് പ്രസംഗം തുടങ്ങുമ്പോൾ പരിപാടി തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. പ്രസംഗത്തിന്റെ മുൻപിലിരിക്കുന്ന സമയം ഭാഷയ്ക്ക് അതീതമായ ഭാഷയായി ബോഡി ലാംഗ്വേജിന്റെ ഭാഷ. ഒരു കാല് നീട്ടിവെച്ച് അടുത്ത കാല് ഇതിനെ മോളിൽ കയറ്റി വെച്ച് മോളിലത്തെ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞങ്ങളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട് അതിനകത്ത്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 കൈയും പിണച്ച് നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂണ്ടുവിരൽ കൊണ്ട് ചെവിപ്പുറകെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൈ അറിയാതെ ചെന്ന് തലയുടെ പിൻഭാഗത്ത് വിശ്രമിച്ചാൽ ഉറപ്പ്, ഞങ്ങളോട് പറയുന്ന മറ്റൊരു സന്ദേശം അതിനകത്തുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടെ കൂടെ വാച്ചയെ നോക്കിയാൽ നിർത്താറായില്ലയോ ഉദ്ദേശി എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ബോഡി ലാംഗ്വേജ് കൊണ്ട് ഉള്ളിലിരിപ്പ് ഏതാണ്ടൊക്കെ അറിയാം. ഇവിടെ പറയുന്ന വിഷയം നിങ്ങൾക്ക് വല്ലാതെ രുചിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കെമിക്കൽ മാറ്റം വരെ വരുത്താൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കൊടിയ വിശപ്പോടെ ഉച്ചഭക്ഷണം കഴിക്കാതെ ബസ് സ്റ്റേഷനിൽ വണ്ടി കയറാൻ നിൽക്കുക. തൊട്ടടുത്ത ഹോട്ടലിൽ മീൻ വറക്കുന്ന ഗന്ധം ഉയരുന്നു. നിങ്ങൾ തൊട്ടടുത്തിടത്തും വലത്തും നിൽക്കുന്ന ആളുകളുടെ നാസാരന്ധ്രത്തിന്റെ ചുവട്ടിലെ ചുറ്റളവിന്റെ ഭാഗത്തെ ചലനം നോക്കണം. അന്നേരം മനസ്സിലാകും ഇവന്റെ വായി കപ്പലോടിക്കാവുന്ന പ്രകൃതത്തിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, വിശദീകരണം കേൾക്കുമ്പം ശരീരത്തിന് കെമിക്കൽ മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകും, തെളിയിക്കാം. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിക്കട്ടെ. വാളംപുളി അറിയാമല്ലോ, വാളംപുളി. അതിന്റെ തവിട്ട് കളറുള്ള തോട് പൊളിച്ചു മാറ്റി അതിനകത്ത് നിന്ന് ഹൽവയുടെ രൂപത്തിലെ മാതളം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഉരച്ചു ചേർത്ത് അതിന്റെ മാംസളമായ ഹൽവയുടെ രൂപത്തിലെ ഭാഗം ഒരു സ്പൂണിലേക്ക് എടുത്ത് അത് ചിലരുടെ പ്രിയപ്പെട്ടവരുടെ നാക്ക് ചെന്ന് ചുണ്ടയിലൊന്ന് കേറി ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. എന്നാ കാര്യമെന്നറിയാമോ? ഇത് കേൾക്കുമ്പോഴേ കെമിക്കൽ മാറ്റം ഉണ്ടാകുക. ഫ്ലൂട്ട് വായിക്കുന്നവന്റെ മുന്നിൽ നിന്ന് വാളംപുളി തിന്ന് കാണിക്കാമോ? കുഴലിൽ കൂടെ വെള്ളം ചാടും. ഇന്ന് രാത്രി പറഞ്ഞതിന്റെ സാരം, വിശദീകരിക്കുന്ന കാര്യം കേട്ടാൽ ശരീരത്തിനകത്ത് മാറ്റം വരുമെങ്കിൽ പ്രാപിച്ച ദൈവകൃപയും എന്റെ കർത്താവിന്റെ മടങ്ങിവരവും പ്രാപിച്ച രക്ഷാനിർണയവും അനുഭവിച്ച ദൈവമക്കളുടെ മുൻപിൽ ഇത് കേൾക്കുമ്പോ നിനക്ക് കൈകെട്ടിയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിച്ചത്, എന്നെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുത്തത്, ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടപ്പിൽ എന്റെ മരണയറയായത് മാറിയാൽ എന്റെ രക്ഷകന്റെ തിരുമാർവിൽ എന്നെ എത്തിക്കാൻ എന്റെ മേൽ വ്യാപരിച്ച സുവിശേഷത്തിന്റെ സാധ്യത ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ എനിക്ക് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഇതിന്റെ പുറകിൽ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, സഹോദരിമാർ ശ്രദ്ധിക്കണം. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തോ അധികം വരും. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ ഒന്നും അധികം വരത്തില്ല. സുവിശേഷത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ക്രൂശിനെയും അവന്റെ ഉയർപ്പിനെയും ഒഴിവാക്കിയാൽ പിന്നൊന്നും അധികം വരില്ല. കുറെ വിശേഷമേ അധികം വരത്തുള്ളൂ. ഇന്ന് രാത്രിത്തെ കൺവെൻഷനിൽ വിശേഷം പറയാൻ ഞാൻ നിൽക്കുകയല്ല. ഇന്ന് രാത്രിത്തെ കൺവെൻഷനിൽ സുവിശേഷം പറയാൻ നിൽക്കുകയാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. 550 കള്ളനില്ലാത്തതുപോലെ 500 കള്ളനുള്ളതുപോലെ സുവിശേഷത്തിനു നടുവിൽ ഒരു പച്ച കള്ളൻ വ്യാപരിക്കുന്നു.
ശ്രദ്ധിച്ചു കേൾക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:4-5 ശ്രദ്ധിച്ചു വായിക്കാതെ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ശ്രദ്ധിക്കണം. മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. ശ്രദ്ധിക്കണേ. മറ്റൊരു യേശു, ഞാൻ പ്രസംഗിക്കുന്ന ഒറിജിനൽ യേശു ഏത് യേശുവാണെന്നറിയാമോ? പാപത്തെ കണ്ണടച്ച് വെട്ടി വിഴുങ്ങുന്ന യേശുവല്ല, പാപത്തെ ന്യായം വിധിക്കുന്ന യേശുവാണ്. കാൽവറിയിൽ ബലിമരണത്താൽ എന്റെ രക്ഷ ഉറപ്പിച്ച യേശുവാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു. കരങ്ങളൊന്ന് ഉയർത്തി യേശുവേ എന്നൊന്ന് പറയാമോ? ഞാൻ ഇന്ന് രാത്രി ഈ യേശുവിനെ കുറിച്ച് ഒരു കൊച്ചു കാര്യം പറയാം. നിങ്ങൾ കേൾക്കുക എന്നിരിക്കട്ടെ. ഒരു അഡ്വർടൈസ്മെന്റ്. പലസ്തീൻ നാട്ടിൽ ഒരു സുവിശേഷ യോഗം നടക്കുന്നു. ആ യോഗത്തിൽ പ്രധാന പ്രസംഗകൻ യേശുവായിരിക്കും. ആ യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഹന്നാവാണ്. ആ ഉദ്ഘാടനത്തിൽ ആശംസാ പ്രസംഗം കയ്യാഫാവ് നിർവഹിക്കും. ആ പ്രസംഗത്തിനകത്ത് ആശംസ പറയാൻ ഹേരോദാവ് കടന്നു വരും. ഹേരോദാവിന്റെ ഹന്നാവിന്റെ കയ്യാഫാവിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിന് നടുവിൽ യേശു പ്രസംഗിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇങ്ങനെ പ്രസംഗിക്കുമോ യേശു? അയ്യോ, അതെ, ഒറിജിനൽ യേശു അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് യേശുവാണ്. ഇന്ന് പല വേദികളിലും വിളമ്പുന്നത് പായസക്കലത്തിലെ പേച്ചൂരയാണ്. എന്നാൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, കാൽവറിയിൽ വെളിപ്പെട്ട യേശുവിന്റെ ബലിമരണത്തിന്റെ പുറകിൽ വ്യാപരിച്ച ദൈവശക്തി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ക്രൂശ് ഉയരാത്ത പ്രസംഗമല്ല, അത് യഥാർത്ഥ യേശുവല്ല. 2, മറ്റൊരാത്മാവ്. എന്താ ഞാൻ പ്രസംഗിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാ. എന്നാൽ ഇന്ന് പലയിടത്ത് കേൾക്കുന്ന ആത്മാവ് ബോധം കെടുത്തുന്ന ആത്മാവാ. ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് 10,000-കണക്കിന് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസമാണ്. ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ചതാ. ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസമാണ് പല സുവിശേഷ പ്രസംഗത്തിന്റെയും പുറകിൽ ചലിക്കുന്നതെങ്കിൽ ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, യഥാർത്ഥ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ ബലിമരണം ഉയർത്തുന്നതാണെങ്കിൽ ഈ രാത്രി അതിനെതിരെ വ്യാപരിക്കുന്ന സകല കള്ളനാണയങ്ങൾ പുറത്തു പോകട്ടെ. ഈ രാത്രി കരങ്ങൾ രണ്ടുമെന്ന് ഉയർത്തിയിട്ട് ശബ്ദം ഉയർത്തി പറയണം, യേശുവേ എന്ന്. പോരാ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ആ കരങ്ങളൊന്ന് ഉയർത്തി പറയാമോ? ശബ്ദം ഉയർത്തി പറയാമോ? യേശുവേ എന്ന്. ശബ്ദം ഉയർത്തി പറയട്ടെ, യേശുവേ എന്ന്. ഞാൻ പറയട്ടെ, മറ്റൊന്നും ഇന്ന് രാത്രി നടന്നില്ലെങ്കിലും നീ ഇന്ന് രാത്രി 2 കൈകളും ഉയർത്തി ആത്മാർത്ഥതയോടെ യേശുവേ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പുറകിൽ അസാധാരണ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെന്നും അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയാൻ ലജ്ജിക്കരുത്. സാത്താന്യ അടിച്ചമർത്തലിനാൽ ഭരിക്കപ്പെടുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ വായ അതിന് തുറക്കത്തില്ല. എന്നാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയും, എന്റെ യേശു സാധാരണക്കാരനല്ല, അവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ, രക്തത്താൽ ജയം. അന്യഭാഷയിൽ പോരാടുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹോരേബിൽ ദൈവത്തിന്റെ തേജസ് ഒരു മുൾപ്പറപ്പിനെ മൂടിയതുപോലെ നീ ഇരിക്കുന്നത് യോഗത്തിനകത്താണെങ്കിലും എന്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ വ്യാപാരം നിന്റെ ശരീരത്തെ ആത്മമണ്ഡലത്തിൽ മൂടി നിൽക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ നിങ്ങൾക്ക് വിശ്വാസ കണ്ണുകളാൽ കാണാം, എന്റെ യേശു ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്താണ് സുവിശേഷത്തിന്റെ സവിശേഷത എന്ന് ഞാൻ നിങ്ങളോട് ചെവി തുറന്ന് കേൾക്കത്തക്ക വിധത്തിൽ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. ലോകത്തിലെ സകല മതങ്ങളും, അത് ബുദ്ധമതമായാലും ജൈനമതമായാലും പാഴ്സി മതമായാലും സിഖ് മതമായാലും ഇസ്ലാം മതമായാലും ദൈവത്തെ തേടി ദൈവസന്നിധിയിലേക്ക് അന്വേഷിച്ച് ചെന്നതാണ് ഈ മതങ്ങളുടെ ആകത്തുകയെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മാർഗം മനുഷ്യവർഗത്തെ തേടി ദൈവം ഇങ്ങോട്ടിറങ്ങി വന്നതാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം. ഞങ്ങൾ യേശുവിനെ വിളിച്ചു പറയാൻ കാരണം അവൻ അങ്ങോട്ട് തേടി ചെല്ലാൻ ആവശ്യപ്പെടുന്നവനല്ല, അവൻ ഇങ്ങോട്ട് തേടി ഇറങ്ങുന്നവനാണ്.
ആരാണ് അവൻ? പറയാം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. കരമുയർത്തി സ്തോത്രം ചെയ്തേ. എന്താ സുവിശേഷം? നാസായുടെ കണ്ടുപിടുത്തം പറയുന്നതല്ല സുവിശേഷ പ്രസംഗം. എന്താ സുവിശേഷം? കലാപരിപാടിക്കാരന്റെ കോഷ്ടി കാണിച്ച ചിരിപ്പീരല്ല യഥാർത്ഥ സുവിശേഷം. യേശുവിന്റെ ജനനം, യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ ഉയർപ്പ്, ഇത് വിളിച്ചു പറയാൻ ഒരു ദൈവമൈതലിന് ഭാഗ്യമുണ്ടായാൽ പാപത്തിന്റെ കെട്ടഴിഞ്ഞ് ആത്മാക്കൾ സ്വതന്ത്രമാകും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി പറയണം, കറ തീർന്ന സുവിശേഷം ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുകയാണ്. കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ കാലത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറ തീർന്ന പവിത്ര ജീവിതം നയിച്ച് 33 തിരുവയസ്സ് വരെയുള്ള ജീവിതത്തിൽ 30ാമത്തെ വയസ്സിൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടങ്ങ് സഞ്ചരിച്ച് 33 തിരുവയസ്സിൽ നമ്മുടെ പാപശാപ കാലുഷ്യങ്ങൾ ഏറ്റുവാങ്ങി കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യേ കാരിരും പാണികളിൽ പിടഞ്ഞു മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ ശവസംസ്കരിക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ചുകൊണ്ട് കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച് മരണപാതാളങ്ങളുടെ മേൽ ജയമെടുത്ത് ഇനിയും മരിക്കാൻ കഴിയാത്ത മഹത്വ ശരീരത്തിൽ കല്ലറയെ ഭേദിച്ചുയർത്ത് ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാൺക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൃക്കരങ്ങളും തങ്കത്തളിയയിൽ പരിശുദ്ധ രക്തവുമായി പിതൃവരഭാഗെ മധ്യസ്ഥത അണച്ച് ഇനി അധികം താമസിക്കാതെ കൈകളിൽ ചെങ്കോൽ ഫലിച്ച് ലോകത്തെ നീതിയോടെ വിധിക്കാൻ മടങ്ങി വരുന്ന എന്റെ യേശുവിന്റെ ജനന മരണ അടക്ക പുനരുത്ഥാനത്തിന്റെ പ്രഖ്യാപനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യഥാർത്ഥ സുവിശേഷം. കരമുയർത്തി ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ശബ്ദമുയർത്തി. ഇന്ന് രാത്രി മടിക്കേണ്ട കേട്ടോ, മടിക്കേണ്ട. ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന കൊടിയ ബന്ധനങ്ങൾ, ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന മാരക വിപത്തുകൾ, വാഗ്ദത്വത്തിനെതിരെ പണമുയർത്തി നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ, നിന്റെ ശരീരത്തിന്റെ കോശങ്ങളോട് പടപൊരുതുന്ന രോഗത്തിന്റെ കടുങ്കെട്ടുകൾ, ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ലജ്ജ കൂടാതെ അഭിമാനത്തോടെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഇന്ന് രാത്രി വിടുവിക്കാൻ കഴിവുള്ളവന്റെ കരം ഈ ഗ്രൗണ്ടിൽ ചലിക്കുകയും ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ അടക്കി ഭരിക്കുന്ന സാത്താന്യ ബന്ധനങ്ങളുടെ കടുങ്കെട്ടുകളെ യേശുവിന്റെ കരം അഴിച്ചു മാറ്റുകയും അടയാളത്തോടെ ചില ദൈവപ്രവൃത്തികൾ ഇന്ന് രാത്രി വീട്ടിൽ മടങ്ങി ചെല്ലുന്നതിന് മുൻപ് എന്റെ വിഷയത്തിൽ ചെയ്യാൻ എന്റെ യേശു ശക്തനാണെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി അഭിമാനത്തിന്റെ മുഖം മൂടി പറിച്ചു മാറ്റിയിട്ട് ആത്മാവിൽ പറയണം, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് സാധാരണ സന്ദേശമല്ല. ഈ സുവിശേഷത്തിനൊരു സവിശേഷതയുണ്ട്. അകം കത്തുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി ചെവി തുറന്ന് കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണം. ഈ രാത്രി ചെവി തുറന്ന് കേൾക്കണം. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്. ബുദ്ധൻ മരിച്ചാലും ബുദ്ധമതത്തിന് നിലനിൽപ്പുണ്ട്. ജൈനൻ മരിച്ചാലും ജൈനമതത്തിന് നിലനിൽപ്പുണ്ട്. ഗുരുനാനാക്ക് മരിച്ചാലും സിഖ് മതത്തിന് നിലനിൽപ്പുണ്ട്. മുഹമ്മദ് നബി മരിച്ചാലും ഇസ്ലാം മാർഗത്തിന് നിലനിൽപ്പുണ്ട്. കാര്യം പറയാം, ശ്രദ്ധിക്കുക. മുഹമ്മദ് നബിയുടെ ആളത്വത്തിലല്ല, മുഹമ്മദ് നബിയുടെ ആശയത്തിലാണ് ആ മാർഗത്തിന്റെ അടിത്തറ. ശ്രീബുദ്ധന്റെ ആളത്വത്തിലല്ല, അദ്ദേഹത്തിന്റെ ആശയത്തിലാണ് ബുദ്ധമതത്തിന്റെ അടിത്തറ. ജൈനന്റെ ആളത്വത്തിലല്ല, ജൈനന്റെ ആശയത്തിലാണ് ആ മാർഗത്തിന്റെ അടിത്തറ. ഗുരുനാനാക്കിന്റെ ആളത്വത്തിലല്ല,
അദ്ദേഹത്തിന്റെ ആശയത്തിലാണ് സിഖ് മതത്തിന്റെ അടിത്തറ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവിന്റെ മാർഗത്തിന്റെ അടിത്തറ അവന്റെ ആശയത്തിലല്ല. ആ മരണത്തെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രി ഇതിന് നടുവിൽ പറഞ്ഞ് അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, ഇതിന് നടുവിൽ തേജസ്സോടെ ഇറങ്ങി വന്നിട്ടുള്ള ഒരുവനെ ഞങ്ങൾ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു. അത് മറ്റാരുമല്ല, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് ഗുരുനാനാക്കുണ്ടെന്നല്ല, ശ്രീബുദ്ധനുണ്ടെന്നല്ല, മരണത്തെ ജയിച്ച യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, അവന്റെ ആളത്വത്തിലാണ് ഈ മാർഗത്തിന്റെ അടിത്തറ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നു? എന്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ, സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, 2 ഭാഗത്തെ ക്രോമോസോമുകൾ അതിൽ നിന്ന് വകതിരിച്ചെടുക്കാം. എന്റെ അമ്മയുടെ ക്രോമോസോം, എന്റെ അപ്പന്റെ ക്രോമോസോം, 2 വിധ ക്രോമോസോമുകൾ ഇതിനകത്തുണ്ട്. സ്കൂളിൽ പഠിച്ച കാലത്തെ ഒരു കൊച്ചു തത്വം ഞാൻ പറയാം. ശാസ്ത്രമൊന്നും പറയാൻ പ്രസംഗിക്കാൻ വരികയല്ല, ഒരു കൊച്ചു തത്വം. പുരുഷന്മാർക്ക് XY ക്രോമോസോമുകളും സ്ത്രീകൾക്ക് XX ക്രോമോസോമുകളുമാണ്. എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എന്നാൽ പരമ്പരയിലേക്ക് ട്രേസ് ചെയ്യാൻ പിന്തുടരുന്നത് X ക്രോമോസോമുകളല്ല, Y ക്രോമോസോമുകളാണ്. എന്ന് പറഞ്ഞാൽ എന്റെ രക്തത്തിനകത്ത് 2500 തലമുറകളിലെ പിതാക്കന്മാരുടെ Y ക്രോമോസോമുകളുടെ പിന്തുടർച്ചയുണ്ട്. എന്റെ അപ്പന്റെ, വല്യപ്പന്റെ, അപ്പൂപ്പന്റെ, അതിന്റെ അപ്പന്റെ കുടിയേറ്റ ചരിത്രം പഠിച്ചാൽ ഒരാളിന്റെ ശരീരത്തിന്റെ കളർ, കണ്ണിന്റെ കളർ, കണ്ണുനീരിനകത്തെ കെമിക്കൽ കോഡ് വരെ ഈ ക്രോമോസോമുകളിലൂടെ ട്രേസ് ചെയ്യാം. കാരണം പിതൃത്വത്തിന്റെ ബന്ധമാണ് അവിടെ തെളിയുന്നത്. അങ്ങനെയാണെങ്കിൽ 2500 ജനറേഷൻ എന്ന് പറഞ്ഞാൽ 60,000 വർഷം മനുഷ്യകുലം ഉണ്ടായത് മുതൽ ഇതുവരെ ആദാമ്യ രക്തത്തിൽ നിന്നും പിന്തുടർച്ചയായി ഏറ്റുവാങ്ങിയിട്ടുള്ള പാപത്തിന്റെ Y ക്രോമോസോമുകൾ പിതൃത്വത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ജനിപ്പിച്ച അപ്പന്റെ പേര് ജോസഫ് എന്നല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുന്നത് കൊണ്ട് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടത്തക്ക വിധം മനുഷ്യത്വത്തിനകത്ത് ദൈവത്തെ ഇറങ്ങി വന്ന ഒരുവനെ ചരിത്രം കണ്ടിട്ടുള്ളൂ. അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷം എത്ര മഹത്തരമാണ്. എന്നാൽ അടുത്ത ശ്രദ്ധിക്കണം, സുവിശേഷം അവഗണിച്ചാൽ എന്താ പ്രത്യാഘാതം? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, സുവിശേഷം അവഗണിക്കുന്നവർ അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ചിലരുടെ കാക്കൈ പൊങ്ങുന്നു, കാക്കൈ മുക്കാക്കൈ പൊങ്ങുന്നതിനേക്കാൾ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളുടെ മുഴുക്കൈ പൊക്കി ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ, ഇന്ന് രാത്രി വീണാൽ നിത്യത എനിക്ക് ഉറപ്പാണെന്ന്. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് അടുത്ത കാലത്ത് ഇവിടുന്ന് പോകുന്ന മട്ടിലല്ല ഇരിപ്പ്. ഏതൻ പ്രതീക്ഷ ഉണ്ടായിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ഞങ്ങൾ ഇനി സഹസ്രാബ്ദം ജീവിക്കാൻ പോവുക. അല്ല കുഞ്ഞെ, ഒരിക്കൽ ഒരു സയൻസ് മ്യൂസിയം കാണാൻ പോയ ഒരാൾ സയൻസ് മ്യൂസിയത്തിന്റെ വാതിക്കൽ നിർത്തിയിരിക്കുന്ന അസ്ഥികൂടത്തെ ചെന്ന് കണ്ടിട്ട് ഈ അസ്ഥികൂടത്തെ ഉഴിഞ്ഞൊന്ന് നോക്കിയിട്ട് ഈ അസ്ഥികൂടത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യം ഇതാ: ആണായിരുന്നോ പെണ്ണായിരുന്നോ? കറുത്തതായിരുന്നോ വെളുത്തതായിരുന്നോ? എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഏത് തറവാട്ടിൽ പിറന്നതാ? സ്തോത്രം. എത്രാമത്തെ വയസ്സിലാ മരണം? കല്യാണം കഴിച്ചതായിരുന്നോ? പിള്ളേരെത്ര ഉണ്ട്? സൗന്ദര്യം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെല്ലാം ചോദിച്ചു പുള്ളി ആ സ്കള്ളിന്റെ തലയോട്ടിയുടെ ഭാഗത്തോട്ട് ചില ശ്രദ്ധിച്ച് നോക്കിയച്ച് ആ 2 ദ്വാരമുണ്ടല്ലോ, ആ ദ്വാരത്തിന് മുകളിൽ ഞാൻ നെറ്റിത്തടത്തിന്റെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇദ്ദേഹം ഒരു പാട്ടുപാടി: തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യ ശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയേ വിലപിടിയാതൊരു തലയോടായോ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, പുറത്തോട്ട് വിട്ട ശ്വാസം അകത്തോട്ട് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത മിനിറ്റിൽ നാം
ക്ഷീണമാണെന്ന് മനസ്സിലാക്കാൻ ദൈവം കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗ്യമാണ്. എന്നാൽ അടുത്ത ചോദ്യം, സ്വർഗം ഉറപ്പായും എനിക്ക് കർത്താവ് ഒരുക്കുന്നുണ്ട് എന്ന് പറയാൻ ധൈര്യം പ്രാപിച്ച ദൈവമക്കളെ കരമുയർത്തി സ്തോത്രം പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി, ബാക്കി പറയാമോ, സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്വർഗം കർത്താവ് ഒരുക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം, നരകം യാഥാർത്ഥ്യമാണോ? അത് ഒരുക്കിയിരിക്കുന്നത് ആരാ? നരകം സത്യമാണോ? സ്തോത്രം. ചില ആൾക്കാർ ഇത് കേൾക്കുന്ന ഉടനെ പറയും, പാസ്റ്ററെ പേടിപ്പിക്കരുത്, പേടിപ്പിക്കരുത്, സുവിശേഷ പ്രസംഗം പേടിപ്പിക്കുക. ഒരു ഉദ്ധാരണയ്ക്ക് പറഞ്ഞു, പാസ്റ്റർ അത്ര ഗൗരവമായിട്ട് പറയുകയാണെങ്കിൽ നരകത്ത് ഞാൻ 10 ഏക്കർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പായി പറയും. പുള്ളി വിചാരിച്ചിരിക്കുന്നത് വീഗാലാൻഡിൽ പോകുന്നത് പോലെ നരകത്തിൽ പോകുന്നത്. നിങ്ങൾക്കറിയാമോ, കള്ളം പറയാത്ത ഒരുവൻ നസറേയനായ യേശുവ അവിടുന്ന് പറഞ്ഞു, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞാൽ, നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചുഴന്നെടുത്തെറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. തീ കൊണ്ട് ഉപ്പിടുന്ന സ്ഥലമുണ്ടോ? ഉപ്പിടുക എന്ന് പറഞ്ഞാൽ ഊറച്ചിടുക എന്നർത്ഥം അറിയാമല്ലോ. മീൻ ഉപ്പിടുമ്പോൾ ഉപ്പ് അങ്ങോട്ട് നിരത്തും, അതിൻ്റെ പുറത്തോട്ട് മീൻ അങ്ങോട്ട് അടുക്കും, പിന്നെയും ഉപ്പ് അങ്ങോട്ട് നിരത്തും, പിന്നെയും മീൻ അടുക്കും. ഇതുപോലെ കത്തുന്ന തീച്ചാറിനകത്ത് ആത്മാക്കളെ മുക്കി വെക്കുന്ന ഒരു സ്ഥലം നരകത്തിലുണ്ടെന്ന ഭാഗം വചനം ഉറപ്പിച്ചു പറയുമ്പോൾ അത് ബോബനും മോളിയും പൊന്നമ്മ സൂപ്രണ്ടും ഡാക്കിനിയും അമ്മൂമ്മയും അല്ല, അത് സത്യമാണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് എൻ്റെ രക്ഷകന്റെ ക്രൂശിനെ ആലിംഗനം ചെയ്യുവാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത് എൻ്റെ പദവിയാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമുയർത്തി പറയണം. ഇതിന് പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ആത്മാക്കൾ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകം സത്യമാണോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, സാധു സുന്ദരസിംഗ് എന്ന കർത്തൃദാസൻ തൻ്റെ ഗുരുപ്രാതാന്തികം രേഖപ്പെടുത്തുമ്പോൾ താൻ ഇങ്ങനൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിമാലയ മേഖലയിൽ പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേഹത്തു നിന്നും ശരീരരഹിതമായി ഞാൻ പുറത്തോട്ടിറങ്ങുന്ന ഒരു ആത്മാനുഭവം എനിക്കുണ്ടായി. ആ സമയം എൻ്റെ കൺമുൻപിലേക്ക്, ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ, തേജസ്വിയായ ഒരാൾ അടുത്തു വന്നു. അയാൾ എൻ്റെ അടുക്കൽ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, സാർ എന്നെ അറിയുമോ? വന്നയാളിനോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അറിയത്തില്ലല്ലോ. ഉടനെ പറഞ്ഞു, ഇത്ര ദിവസങ്ങൾക്ക് പുറകിൽ ഇന്ന കുഷ്ഠരോഗ ആശുപത്രി അങ്ങ് സന്ദർശിച്ചത് ഓർക്കുന്നു. അവിടെ മൂക്കും വിരലുകളും മുറിഞ്ഞു പോയ, മരണത്തോട് ഇഞ്ചിഞ്ചായി അടുക്കുന്ന ഒരു കുഷ്ഠരോഗിയുടെ അടുക്കലിരുന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നു. ആ ആളാണ് ഞാൻ. ഇന്ന സമയം ഇത്രാം തീയതി ആ ഹോസ്പിറ്റലിൽ ഞാൻ മരിച്ചു സാർ. ആ മരിച്ചതോടെ യേശുവേ എന്ന് വിളിച്ച ഞാൻ ഇവിടെ എത്തി. എൻ്റെ മുറിഞ്ഞു പോയ വിരലും എൻ്റെ ഇരുന്നു പോയ മൂക്കും തിരിച്ചു വന്നു. ഞാൻ ഈ തേജസ്സിൻ്റെ രൂപത്തിലായിരിക്കുന്നു. നമ്മളെ നിത്യതയിൽ പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ താടിക്ക് കയ്യും താങ്ങി ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറിയ പോലെ ഇരിക്കുന്നത്. എന്നാൽ ഈ സുവിശേഷത്തിൻ്റെ സാധ്യതയൊന്ന് തിരിച്ചറിഞ്ഞാൽ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇത് നിത്യതയ്ക്കായി നിന്നെ ഒരുക്കുന്നത് മാത്രമല്ല, നരകത്തെ വഴിമാറ്റുക. സ്തോത്രം. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ ദൈവദാസൻ നേരെ ആ ഹോസ്പിറ്റലിലെത്തി. എന്നിട്ട് ആ ആൾ മരിച്ച സമയം ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ പരിശോധിച്ചു. ഞെട്ടിപ്പോയി. അവിടെ എഴുതിയിരിക്കുന്ന രേഖയിലെ മരണസമയം ആത്മലോകത്തിൽ ഈ മനുഷ്യൻ പങ്കുവെച്ച അതേ ടൈമായിരുന്നു. എൻ്റെ ദൈവം എനിക്ക് നിത്യത പകർന്നത് സങ്കല്പമല്ല, അത് ഭാവനയാണെന്നും കഴുകുമരം മുന്നിൽ നിന്നാലും തൂക്കുമരം കാത്തു നിന്നാലും എൻ്റെ രക്ഷകൻ എനിക്കായിട്ടുണ്ടെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന നിത്യത മഹത്വമാണെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സുവിശേഷത്തിന്റെ സാധ്യത ഓർത്ത് ശബ്ദം ഉയർത്തി പോരാ, ഈ നാട് മുഴങ്ങത്തക്ക വിധം ഇവിടെ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ആരാധിക്കണം. ഇതകത്ത് തിളയ്ക്കുന്ന ദൈവമക്കളുടെ മുഖം ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിങ്ങൾക്കറിയാമോ,
1968 ശ്രദ്ധിച്ചു കേൾക്കുക. 1968 സ്തോത്രം. ഒരു മകൻ അമ്മയുടെ കൺമുൻപിൽ നിന്ന് കളിക്കുകയാ. മകൻ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോനെ എന്ന് പറഞ്ഞ അമ്മ വർത്താനം പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവന്റെ മറുപടി ശബ്ദമില്ലാഞ്ഞതുകൊണ്ട് അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി. പക്ഷേ മോനെ കാണുന്നില്ല. മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ അലച്ചു, കാണുന്നില്ല. നെഞ്ചത്ത് തല്ലി കരഞ്ഞു. നാട്ടുകാർ ഓടിക്കൂടി. പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങി. എന്തിന്? 2.5 വയസ്സ് പ്രായമുള്ള പളുപളാ വെളുത്ത കഴുത്തിൽ 2.5 പവന്റെ മാല തിളങ്ങുന്ന സ്തോത്രം ഈ കുഞ്ഞിനെ കണ്ടില്ല. ഈ കുഞ്ഞിനെ ചില മിനിറ്റുകൾക്കുള്ളിൽ നാട്ടുകാർ കണ്ടുപിടിച്ചു. തൊട്ടപ്പുറത്തുള്ളൊരു മുളങ്കൂടിനകത്ത് കഴുത്ത് ഞെക്കിക്കൊന്ന പരുവത്തിൽ ദൈവത്തിന് സ്തോത്രം ഈ കുഞ്ഞ് കിടക്കുന്നു. ബോഡി കൊണ്ടുവന്നു. പോലീസുകാർ അന്വേഷണം തുടങ്ങി. പ്രതിയെ കയ്യിൽ കിട്ടി. മോഷണത്തിന് വേണ്ടി നാണു എന്നൊരു അക്രൈസ്തവ ചെറുപ്പക്കാരൻ ഈ കുഞ്ഞിനെ കൊന്നതാണ്. നാണുവിനെ വിസ്തരിച്ച് തൂക്കിലിടാൻ വിധിച്ചു. വിയൂർ ജയിലിൽ കിടക്കുകയാണ് അയാൾ. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അവിടേക്ക് ഒരു സുവിശേഷകൻ തൂക്കിലിടുന്നതിന് മുൻപ് ചെന്നു. ഒരു ബൈബിൾ ജനലിലൂടെ അകത്തോട്ട് കൊടുത്തു. അയാൾ കലി പൂണ്ട് വാങ്ങിച്ച ബൈബിൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പൊക്കോണം, ഒരുത്തനെ കാണരുത് ഇവിടെ, നിങ്ങളുടെ കച്ചവടമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ശാസിച്ചു. ആ ദൈവദാസൻ ശാന്തമായി അപ്പുറത്തെ മുറിയിലേക്ക് പോയി. എന്നാൽ ഈ കുറ്റവാളി ഇദ്ദേഹം പുറത്തേക്ക് പോയിട്ട് അകത്തോട്ട് കയറി വന്നപ്പോൾ നിലത്ത് കിടക്കുന്ന ബൈബിൾ എടുത്തൊന്ന് തുറന്നപ്പോൾ അതിൽ ഒരു വാക്യം ചങ്കിൽ ഉളി പോലെ കയറി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അയാൾ മുട്ടുകുത്തി കരയാൻ തുടങ്ങി. കരിങ്കല്ലിനേക്കാൾ കഠിന ഹൃദയമായ അവന്റെ മനസ്സ് ദൈവസന്നിധിയിൽ മെഴുകുപോലെ ഉരുകി. ജയിൽ ചുമതലക്കാരോട് പറഞ്ഞു, എനിക്ക് എത്രയും വേഗം ഇവിടെ വന്ന സുവിശേഷകനെ കാണണം. ആൾ വിട്ടു വിളിപ്പിച്ചു. അല്പ മിനിറ്റുകൾ സംസാരിച്ച് നിറഞ്ഞ കണ്ണുകളോടെ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി അയാൾ ഏറ്റുവാങ്ങി. സ്തോത്രം. ഇനിയും തൂക്കിക്കൊന്ന ജയിൽ ചുമതലക്കാരുടെ ഭാഷയിൽ ഞാൻ പറയാം. സാധാരണ നിലകളിൽ ഇയാൾ അവസാനമായി 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 1, എനിക്ക് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. 2, എനിക്ക് വിശുദ്ധ മേശയിൽ കൈനീട്ടണം. 3, മരിച്ചു കഴിഞ്ഞ് എൻ്റെ കണ്ണുകൾ അന്ധനായ ഒരാൾക്ക് ദാനം ചെയ്യണം. 3ഉം നിറവേറ്റാൻ ഉടമ്പടി ചെയ്തു. ഒടുവിൽ ജയിൽ ക്രമീകരണങ്ങളിൽ തൂക്കുമരത്തിന്റെ അടുക്കലേക്ക് നാണു നീങ്ങുകയാണ്. അവരെഴുതി, സാധാരണ കുറ്റവാളികൾ തൂക്കിക്കൊല്ലുന്നതിന്റെ തലേ രാത്രി ഉറങ്ങാറില്ല. പിച്ചും പേയും പറയും, ശരീരത്ത് വല്ലാത്ത കോഷ്ടികൾ കാട്ടും. എന്നാൽ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നാണു ഗാഠമായി ഉറങ്ങി. രാവിലെ ആരും വിളിച്ചുണർത്താതെ സമയത്ത് നാണു ഉണർന്നു, ഭക്ഷണം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ ചെക്കപ്പിന് വിധേയമായി. പോലീസ് ചുമതലയിൽ തൂക്കുകയറിന്റെ അടുക്കലെത്തിയപ്പോൾ നാണു പറഞ്ഞു, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു. 2 കൈകളും ഉയർത്തി നാണു പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പാപക്കറകളെ യേശുവേ നീ കഴുകി മാറ്റിയത് കൊണ്ട് അങ്ങയ്ക്ക് നന്ദി. ഒന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? അടുത്ത വാചകം, എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയും എനിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെയും അനുഗ്രഹിക്കണമേ. ഇത്രയും ദിവസങ്ങൾ ഞാൻ അങ്ങയെ വിശ്വാസ കണ്ണുകളാൽ കണ്ടു. ഇനിയും ചില മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങയെ നേരിട്ട് കാണാൻ അങ്ങയുടെ സന്നിധിയിൽ വരികയാണ്. എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കൈകളിൽ കൈമാറുന്നു, സ്തോത്രം എന്ന് പറഞ്ഞ് നാണുവിന്റെ കഴുത്തിൽ കയറുമുറുകി ജഡം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഞാൻ ചോദിക്കുന്നു, കൊലക്കയർ മുൻപിൽ വന്നാലും ഞാൻ നിന്റെ സന്നിധിയിൽ വരുന്നെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നിത്യജീവന്റെ സുവിശേഷം. ഒന്ന് കരമുയർത്തിപ്പിടിച്ചേ, ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയാമോ? അത് ലഭിക്കുന്ന ദൈവശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പോരാ ലജ്ജ കൂടാതെ ഇന്ന് രാത്രി ആരെയും ശ്രദ്ധിക്കാതെ ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയാമോ? യേശുവിന്റെ രക്തത്താൽ ജയം ഞാൻ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു. ഈ ഗ്രൗണ്ടിന് മീതെ സ്വർഗം തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ
കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കു തുടങ്ങട്ടെ. ഇതിനകത്തിരിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കു തുടങ്ങട്ടെ. ചില പ്രിയപ്പെട്ടവരുടെ മേൽ പിശാച് വെച്ചിരിക്കുന്ന കെട്ടുകളെ സ്വർഗം ഇന്ന് രാത്രി അഴിക്കുന്ന രാത്രിയാണ്. ചില വ്യക്തികളുടെ മേൽ സാത്താൻ ആധിപത്യം പുലർത്തിയിരിക്കുന്നത് കർത്താവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. ഒരാൾ അടുത്തു നിൽക്കുന്നത് പോലെ വസ്ത്രത്തെക്കാൾ അടുക്കൽ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അടുത്തു നിൽക്കുകയാണ്. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി ഗോൽഗോത്തയിലെത്തി കൈകാലുകൾ ആണിയിൽ ചേർത്തടിച്ച് മുരക്കുരിശിൽ കയറ്റി ഉയർത്തി നിർത്തി പാറയിടുക്കിലേക്ക് ഇടിച്ചിരുത്തിയ ക്രൂശിൽ ആ ശരീരം ഉലഞ്ഞ് തകരുമ്പോൾ തന്റെ വാൽ നിവർത്തിക്കപ്പെടേണ്ട പ്രവചനങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് വാ തുറന്ന് പറഞ്ഞ സമയം കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അനസ്തേഷ്യ പോലെ കുടിക്കാൻ കൊടുത്തെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞ് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കാൻ ബോധപൂർവം മരണമേറ്റെടുത്ത എന്റെ രക്ഷകൻ നിവർത്തിയായി എന്ന് പറഞ്ഞ് തോളിൽ തല ചായ്ച്ച് പ്രാണനെ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത സമയം ഞാൻ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ആത്മനിയോഗത്തോടെ പറയട്ടെ, ഉടനെ ഭൂകമ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ ഭൂഗർഭ പ്ലേറ്റുകളെ തകർക്കത്തക്ക വിധം ക്രൂശിലെ ശക്തി ഇറങ്ങിച്ചെന്നെങ്കിൽ പാതാളത്തെ ഭരിക്കുന്ന സാത്താന്യ ലോകത്തെ വിറപ്പിക്കുന്ന ദൈവശക്തിയാണ് ഇന്ന് രാത്രി ക്രൂശിൽ വ്യാപരിക്കുന്നതെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ അഭിമാനം മാറ്റിവെച്ച് ലജ്ജ കൂടാതെ യേശുവേ എന്ന് വിളിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. പോരാ പോരാ പോരാ, എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റേ, എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റേ. ആ രണ്ട് കൈകളും കാൽവറിയിലേക്കൊന്ന് ഉയർത്തിക്കേ, കാൽവറിയിലേക്കൊന്ന് ഉയർത്തിക്കേ. ആരും മടിക്കണ്ട, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷിക്തന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയായി ഈ രാത്രി തീരട്ടെ. ശബ്ദം ഉയരട്ടെ, എല്ലാ നാവുകളിൽ നിന്ന് പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. നിത്യ നരകം ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്നു. ചില മരണങ്ങൾ സ്വർഗത്തിന്റെ പദ്ധതി വിട്ടിട്ടുള്ള യാത്രയിൽ ചില അറസ്റ്റ് വാറന്റുകൾ ഒരുങ്ങുന്നു. നിത്യ നരകത്തിലേക്ക് ചില ആളുകളെ കൊണ്ടുപോകേണ്ടതിന് പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ചില അറസ്റ്റ് വാറന്റുകൾ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ ദൂത് ഇന്ന് രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2027 യോഗത്തിൽ നീ എത്തിച്ചേരാതിരിക്കത്തക്ക വിധം നിന്റെ ശരീരത്ത് ചില മാരക വിപത്തുകൾ മറച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ക്രൂശിനെ ആലിംഗനം ചെയ്യാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിത്യത നിനക്ക് ഉറപ്പാക്കാൻ ആ കരം ബലത്തോടെ ചലിക്കുകയാണ്. ആ രണ്ട് കൈകളും എത്രത്തോളം ദൈവസന്നിധിയിൽ ഉയർത്താമോ അത്രത്തോളം ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. യേശുവേ പോരാ പോരാ, യേശുവേ പോരാ പോരാ പറയട്ടെ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഒരു പ്രസംഗകൻ അടുക്കൽ വന്ന് നിന്റെ തലേ കൈവെക്കാതെ തന്നെ ഇന്ന് രാത്രി പൈശാചിക അടിച്ചമർത്തലുകളെ തകർത്ത് നിന്റെ നരകവിധി മാറ്റാൻ യേശുവിന്റെ ശക്തി നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഞാൻ ആത്മ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അസാധാരണമായ ദൈവ തേജസ് ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുകയാണ്. ചില വ്യക്തികളുടെ മേൽ ആധിപത്യം പുലർത്താൻ ചില കറുത്ത കൈകൾ വെച്ചിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി അഴിച്ചു മാറ്റപ്പെടുന്ന രാത്രിയാണ് ഈ രാത്രി. ഓ രക്തത്താൽ ജയം. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ മുറിക്കകത്ത് ഇറങ്ങി വരണം. അല്ലെങ്കിൽ വെളുപ്പിനെ 4 മണിക്ക് ഇതിലൂടെ വരുന്ന ട്രെയിനിന്റെ അടിയിൽ തലവെച്ച് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായ സിംഗിനെ രാവിലെ 4 മണിക്ക് മുറിവേറ്റ കൈകളോടെ മുറിക്കകത്ത് ഇറങ്ങിച്ചെന്ന് യേശു വെളിപ്പെടുത്തി നിത്യരക്ഷയ്ക്കായി വിടുവിച്ചെടുത്തെങ്കിൽ ഇന്ന് രാത്രി മനുഷ്യന്റെ കൈ തൊടാതെ നിന്നെ വിടുവിപ്പാൻ യേശുവിന് കഴിയും. ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചേ. ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചേ. ഒന്ന് ശബ്ദമുയർത്തി ഇന്ന് രാത്രി വരെ യേശുവിനെ ആലിംഗനം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അവനെ ആലിംഗനം ചെയ്യാൻ സ്വർഗം നിന്നെ വിളിക്കുക. നാശമില്ലാത്ത അവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും
നീതിയിൻ വാടാമുടികളും തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. മോചനം വീണ്ടും ജനനവും നീചപാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. ഇന്ന് രാത്രി ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. തകർന്ന ഹൃദയത്തോടും നനയുന്ന കണ്ണുകളോടും കൂടെ കാൽവറിയെ ഞാൻ ആലിംഗനം ചെയ്യുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. ഒരു നിമിഷം ഒന്ന് കണ്ണ് തുറക്കണേ. നിങ്ങൾക്കറിയാമോ, മദ്രാസിലെ മോനെ, കരിക്കൻ വില്ല കുലക്കേസിലെ ഒന്നാമത്തെ പ്രതിയെ വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ ആ നരാധമനെ, അവനെ കഴുകിയ രക്തമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ രക്തമെങ്കിൽ ഈ രാത്രി ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ കഴുകാൻ ആ ചോര ഇവിടെ വ്യാപരിക്കുന്നു. ഈ രാത്രി എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ ആ വലതുകരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നമുക്കൊന്നിച്ചൊന്ന് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പാടാം ഗായക സംഘത്തോട് ചേർന്ന്. മോചനം വീണ്ടും അക്കരം ഉയർത്തിപ്പിടിച്ച്, അക്കരം ഉയർത്തി. ജനം പാടിക്കാട്ടെ. മോചനം വീണ്ടും ജനനവും നീചപാപിയെന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹം. കരമുയർത്തി പ്രത്യാശയോടെ. നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ആമേൻ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ മോചനം വീണ്ടും ജനനവും. ആമേൻ. നീചപാപിയെന്നിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഗ്ലോറി. അങ്ങേ ഞാൻ സ്തുതിച്ചിടും. നാശമില്ലാത്ത അവകാശവും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധി നീതിയിൽ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗേ ഉറപ്പോടെ നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൽ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഗ്ലോറി. അറിയപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. ഗ്ലോറി. ഹല്ലേലൂയ. സ്തുതിച്ചിടുമെന്നും. ഒരിക്കൽ കൂടെ നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും.
ഇന്ന് രാത്രി പ്രസംഗത്തിന് ഞാൻ അവസാനം കുത്തിടുമ്പോ എന്റെ സദസ്സ് ശ്രദ്ധിക്കണം. ക്രൈസ്തവ ലോകത്തിലെ മഹാമേലധ്യക്ഷന്റെ തലയിലെ തങ്കക്കിരീടത്തിന്റെ നടുക്ക് ഒരു എഴുത്തുണ്ട്, രത്നത്തിൽ പതിച്ച ഒരു എഴുത്ത്. പൊന്തിഫിക്സ് മാക്സ്, അർത്ഥം പാലം തീർക്കുന്നവൻ. പാപത്തിൽ ജീവിച്ചാലും മരിക്കുന്ന വ്യക്തിയെ മധ്യസ്ഥത കൊണ്ടും കുർബാന കൊണ്ടും പർദീസയിലേക്ക് പാലം തീർക്കാൻ ഒരുത്തനും പറ്റില്ല. യേശുവിന്റെ കാൽവറി മുഖാന്തരമല്ലാതെ നിത്യജീവൻ ഉറപ്പാക്കാൻ മനുഷ്യകുലത്തിന് കഴിയില്ല. ആ കവാടമാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന ജീവന്റെ സുവിശേഷം. ഇതെനിക്ക് സ്വന്തമാക്കാൻ കൃപ തന്നതുകൊണ്ട് ഭാഗ്യം എന്ന് പറയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പരിശുദ്ധ ദൈവമേ, ഈ തെളിഞ്ഞ സുവിശേഷം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ ഉയർത്തിയ കരങ്ങളുടെ മേൽ തേജസ്സിന്റെ കരം ഇറങ്ങി തൊടട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അടുത്ത വർഷം ഇതുപോലൊരു കൺവെൻഷൻ നടക്കുമ്പോൾ എൻ്റെ കർത്താവ് വരുന്നത് ഇതിനു മുമ്പാണെങ്കിൽ, കർത്താവ് ഉടനെ വന്നാൽ യോഗമില്ല, ഞങ്ങൾക്ക് നിത്യവീട് വേണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരമെന്ന് ഉയർത്തിക്കേ. എല്ലാ ദൈവമക്കളും ചേർന്ന് ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടും സംഘത്തിൽ ആ പൊൻകിരിയുടെ കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ എന്ന പാട്ടിന്റെ ചരണം ഒന്ന് കരമടിച്ച് പാടി ആരാധിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ വീടുകളിലേക്ക് മടങ്ങുകയാണ്. നിത്യതയുടെ ദർശനം പ്രാപിച്ച ദൈവമക്കൾ വരവിനായി ഒരുങ്ങുക. സുവിശേഷം അനുസരിക്കാത്തവർ യേശുക്രിസ്തുവിന്റെ സന്നിധാനം വിട്ടകന്ന നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.